ക്രൂസിനൊപ്പം കാൽവരിയിലേക്ക് 49-ാം ദിനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ പറയുന്നു, അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതുകൊണ്ട് അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഉയർപ്പ് തിരുനാൾ. പിശാചിനെയും മരണത്തെയും തോൽപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ ദിനം. സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി ദൈവത്തിന്റെ പുത്രൻ ലോകത്തിലേക്ക് വന്നത് അവരറിഞ്ഞില്ല. കൂടെ കൂട്ടി സ്വന്തമാക്കിയവൻ അവനെ തനിയാക്കിയിട്ട് ഓടിപ്പോയി. ഒത്തിരി സ്നേഹിച്ചവൻ 30 വെള്ളി നാണയത്തിനു വേണ്ടി ഒരു ചുടുചുംബനം കൊണ്ട് അവനെ ഒറ്റിക്കൊടുത്തു. അവസാനം വരെ കൂടെ കാണുമെന്ന് വിശ്വസിച്ചവൻ അവസാന നിമിഷം അവനെ തള്ളിപ്പറഞ്ഞു. ദൈവമാണെന്ന് അറിഞ്ഞിട്ടും അവർ അവനെ അവഗണിച്ചു. മുഖത്ത് കാർക്കിച്ചു തുപ്പി, തലയിൽ മുൾക്കിരീടമണിയിച്ചു, ചാട്ടവാറിനാൽ പ്രഹരിച്ചു. അവസാനം അർത്ഥനഗ്നനായി അവനെ കുരിശിൽ തറച്ചു. ഒരു മനുഷ്യൻ അനുഭവിക്കാത്തതിനേക്കാൾ കൂടുതൽ വേദനകൾ അവൻ അനുഭവിച്ചു. കുരിശിൽ തറച്ചവരും തറപ്പിച്ചവരും അവൻ തോറ്റു എന്ന് വിചാരിച്ച് അവനെ കല്ലറയിൽ സംസ്കരിച്ചു. എന്നാൽ കുരിശിൽ തറച്ചവരെയും തറപ്പിച്ചവരെയും അവഗണിച്ചവരെയും ഓടിപ്പോയവരെയും എല്ലാവരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും വേദനകളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നാം ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാൽവരിയോട് കുരിശിനോട് മാത്രമല്ലേ? എന്നാൽ അതിനപ്പുറം ഒരു ഉയർപ്പുണ്ടെന്ന് നാം ഓർക്കണം. നമ്മുടെ കർത്താവിനെ നാം തിരയേണ്ടത് മരിച്ചവരുടെയല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. എന്ത് കഷ്ടത ഉണ്ടെങ്കിലും അത് അവൻ ഏറ്റെടുക്കും. യേശു തന്നെത്തോളം തന്നെ കുരിശിനെ സ്നേഹിച്ചു, കുരിശിനെ പുണർന്നു. അതുകൊണ്ട് അവനൊരു പുതുജീവൻ ലഭിച്ചു. ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കുരിശിനോട് ചേർത്ത് വയ്ക്കുക, കുരിശിനെ സ്നേഹിക്കുക. നമ്മുടെ ജീവിതത്തിലും ഒരു ഉയർപ്പുണ്ടാകും. അവസാനിച്ചു എന്ന് പറഞ്ഞ പലതിനും ഒരു ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യതയുണ്ട് എന്ന് ഈ ഉയർപ്പ് തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പല ആവർത്തി നാം പലതും അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നമ്മെ മറ്റുള്ളവർ തള്ളി പറയുമ്പോൾ, നമ്മെ ഉപേക്ഷിച്ച് കടന്നു പോകുമ്പോൾ, നമ്മെ തെറ്റിദ്ധരിക്കുമ്പോൾ ഒക്കെ അവസാനിച്ചു എന്ന് നാം കരുതുന്നുണ്ട്. ഒരു സെന്റൻസ് പൂർത്തിയാക്കി ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് പകരം ആ ഫുൾ സ്റ്റോപ്പിൽ നിന്നും കൂടുതൽ ആഗ്രഹത്തോടെ പേര് കണ്ട് ഒന്ന് കോരിയാൽ അതൊരു കോമയായിത്തീരും. അങ്ങനെ ഒരു കോമയുണ്ടായാൽ അതിനർത്ഥം ഇനി നമുക്ക് ഒത്തിരി എഴുതാൻ സാധിക്കുമെന്നല്ലേ? തീർച്ചയായും സാധിക്കും. അതുപോലെ എന്തൊക്കെ ദുസ്സഹ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിന് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യതയുണ്ട്. വചനം പറയുന്നു, സ്വർഗത്തിൽ നിന്നും ഒരു മാലാഖ ഇറങ്ങി വന്ന് കല്ലറക്കരികിലെ കല്ല് ഉരുട്ടി മാറ്റി. ഇന്ന് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ദൂതൻ ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയത്തിലെ വിദ്വേഷത്തിന്റെ, പകയുടെ, വൈരാഗ്യത്തിന്റെ, ദേഷ്യത്തിന്റെ ഒക്കെ കല്ല് ഉരുട്ടി മാറ്റുന്ന ദിവസമാണ് ഉയർപ്പ് തിരുനാൾ. ദൈവത്തിന് നമുക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കാം. നമ്മളെ വേദനിപ്പിക്കുന്നവരെ ക്ഷമിച്ചുകൊണ്ടും നാം വേദനിപ്പിച്ചു നമുക്ക് ക്ഷമ ചോദിച്ചുകൊണ്ടും ഈ ഉയർപ്പ് തിരുനാൾ കൂടുതൽ മഹത്വപരമാക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു ഉയർപ്പുണ്ടാകും. സ്തുതിയായിരിക്കും.